എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, അങ്കണവാടിയിൽ നിന്നും സേവനങ്ങൾ സ്വീകരിക്കുന്ന മുഴുവൻ ഗുണഭോക്താക്കൾക്കും 2-way ഓതൻറ്റിക്കേഷന് വിധേയമാക്കണമെന്നുണ്ട്. എന്താണ് 2-way ഓതൻറ്റിക്കേഷൻ എന്നുള്ളത് കഴിഞ്ഞ സെഷനിലൊക്കെ തന്നെ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളെ ടീച്ചേഴ്സ് അതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. FRSും EKYCയും എന്ന 2 പ്രോസസ്സ് അടങ്ങിയിട്ടുള്ളതാണ് 2-way ഓതൻറ്റിക്കേഷൻ. നിർബന്ധമായിട്ടും ഈ 2 പ്രോസസ്സും പൂർത്തിയാക്കിയവർക്ക് ഇനിയുള്ള മാസങ്ങളിലൊക്കെ മുടക്കം കൂടാതെ THR ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നമുക്ക് കൊടുക്കാൻ കഴിയുകയുള്ളൂ. ആയതുകൊണ്ട് തന്നെ ഒരു മിഷൻ മോഡിലാണ് നമ്മളെല്ലാം പ്രവർത്തിക്കുന്നത്. കൃത്യമായി മുഴുവൻ ആളുകളെയും ഈ പ്രോസസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ടീച്ചേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും FRSുമായി ബന്ധപ്പെട്ട് ഫേസ് വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നമ്മളെ ടീച്ചേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ FRS ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളും അതിൻ്റെ സൊല്യൂഷൻസ് ഒക്കെ ഞങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തൊക്കെയാണ് സൊല്യൂഷൻ എന്നുള്ളത് ഓരോ ടീച്ചേഴ്സ് നമ്മളെ അറിയിക്കുമ്പോഴാണ് ആ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതും അതിൻ്റെ സൊല്യൂഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതും. അതെല്ലാം കൃത്യമായി നമ്മളെ പോഷക ഭാഷ എന്ന നമ്മളെ ചാനലിലേക്ക് ഓരോ ടീച്ചർ അയച്ചു തന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്കും കൂടി മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുള്ളത്. ആ വീഡിയോസ് എല്ലാം കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് ആ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഉടനെ പരിഹരിച്ച് മുഴുവൻ ആളുകൾക്കും THR ഉറപ്പാക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ സെഷൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്നത് നമ്മളെ ടീച്ചേഴ്സ് ഇപ്രകാരം ഒരു പ്രശ്നം പറഞ്ഞതാണ്. അതായത് ഗുണഭോക്താവിൻ്റെ FRSും EKYCയൊക്കെ പൂർത്തിയാക്കിയിട്ടും ടീച്ചർക്ക് ആ THR കൊടുക്കുന്ന പേജിലോട്ട് എത്താൻ കഴിയുന്നില്ല എന്നുള്ള സാഹചര്യമാണ്. അതായത് ആവർത്തിച്ചുകൊണ്ട് ആ ഗുണഭോക്താവിൻ്റെ ഫേസ് എടുക്കാനുള്ള സന്ദേശമാണ് വരുന്നത്. പക്ഷേ ഫേസ് എടുക്കാനുള്ള ഓപ്ഷൻ കാണുന്നില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ സെഷൻ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള ടീച്ചേഴ്സ് ഇത് നിർബന്ധമായിട്ടും കണ്ടുകൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണ്, അതെങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ടീച്ചർ നമ്മളെ പോർഷൻ ട്രാക്കറിനകത്ത് കയറി ഗുണഭോക്താവിൻ്റെ പ്രൊഫൈൽ കാർഡ്, ഇവിടെ ടീച്ചർ 683-ലെ THR സ്വീകരിക്കുന്ന ഗുണഭോക്താവിൻ്റെ ലിസ്റ്റാണ് എടുക്കുന്നത്. ആ പ്രൊഫൈൽ കാർഡ് ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് കാണുക. ഇതിൽ നിങ്ങൾക്കറിയാം, ഇവിടെ കുട്ടിയുടെ അമ്മയുടെ ആധാറിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അമ്മയുടെ ആധാർ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ കുട്ടിയുടെ രജിസ്ട്രേഷൻ ഉറപ്പാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ ഡബിൾ ടിക്ക് എന്ന് കാണാം. നിങ്ങൾക്ക് ആ അമ്മയുടെ ആധാറിൻ്റെ നമ്പറിന് നേരെ 2 പച്ച ടിക്ക് കാണാം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അമ്മയുടെ ആധാറും ഇവിടെ വെരിഫൈഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്കാണ് എത്തുന്നത്. 2-way ഓതൻറ്റിക്കേഷൻ്റെ ഭാഗമായിട്ട് ടീച്ചർ EKYC അമ്മയുടെ ആധാർ പ്രകാരം തന്നെ ചെയ്തു. അത് പൂർത്തിയാക്കിയപ്പോൾ ഡബിൾ ടിക്ക് വന്നു. അപ്പോൾ 2-way ഓതൻറ്റിക്കേഷൻ്റെ ഒരു ഭാഗം അവിടെ കംപ്ലീറ്റഡ് ആയി. അതേപോലെ തന്നെ ടീച്ചർ ആവർത്തിച്ച് പറയുന്നുണ്ട്, കുട്ടിയുടെ അമ്മയുടെ FRS അതായത് ഫേസ് വെരിഫിക്കേഷനും സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന സന്ദേശം ടീച്ചർ കണ്ടതാണ്. ടീച്ചർ ആ പ്രവർത്തനം പൂർത്തിയാക്കിയതാണ്. പക്ഷെ അതിവിടെ ഡബിൾ ടിക്ക് വന്നിട്ടില്ല. ആയതുകൊണ്ട് തന്നെ THR കൊടുക്കുന്ന പേജിലോട്ട് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതാണ് ടീച്ചറുടെ സംശയം. പല ടീച്ചേഴ്സിനും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും. കൃത്യമായി മനസ്സിലാക്കുക, അതിൻ്റെ സൊല്യൂഷൻ എന്താണ് എന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, FRS ചെയ്ത് കഴിയുമ്പോൾ FRS നമ്മളെ സെർവറിലേക്ക് പോകുന്ന സമയം അതിന് 24 മണിക്കൂർ വരെ സമയമെടുത്താലേ ചിലപ്പോൾ നമ്മളെ പോർഷൻ ട്രാക്കറിലേക്ക് അത് റിഫ്ലക്റ്റ് ചെയ്ത് വരികയുള്ളൂ. EKYC വന്നു, FRS എടുക്കുന്ന സമയം ടീച്ചർ ഫേസ് വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാലും ആ ഡബിൾ ടിക്ക് ഇത് പ്രകാരം ഫേസ് വെരിഫിക്കേഷൻ എന്ന് വന്നാൽ മാത്രമാണ് 2-way ഓതൻറ്റിക്കേഷൻ പൂർത്തിയാക്കി എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ മാത്രമാണ് ഈ ഗുണഭോക്താക്കൾക്ക് THR മാർക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കുള്ളൂ. അതായത് 7 ദിവസമാണോ 15 ആണോ 25 ദിവസമാണോ എന്നുള്ള ആ ഓപ്ഷനിലേക്ക് എത്താനും അതിൽ നിന്ന് സെലക്ട് ചെയ്ത് THR കൊടുത്തു എന്ന് കാണിക്കണം സാധിക്കണമെന്നുണ്ടെങ്കിൽ ഈ 2 വെരിഫിക്കേഷനും പച്ച ടിക്ക് ഈ ഭാഗത്ത് കാണണം. അതായത് EKYC ഡബിൾ ടിക്ക് കാണണം, ഒപ്പം ഫേസ് വെരിഫിക്കേഷനും ഡബിൾ ടിക്ക് കാണണം. ഇവിടെ ടീച്ചർ ആവർത്തിച്ച് പറയുന്നുണ്ട്, 2-way ഓതൻറ്റിക്കേഷൻ്റെ 2 പ്രോസസ്സും ചെയ്തതാണ്. ഫേസ് വെരിഫിക്കേഷൻ അമ്മയുടെ ഫോട്ടോ എടുത്തതാണ്, ഡബിൾ ടിക്ക് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ പറയുന്നത് ടീച്ചറോട് ലോഗ് ഔട്ട് ഒന്ന് ചെയ്യുക, അതിനുശേഷം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഗുണഭോക്താവിൻ്റെ ഫേസ് വെരിഫിക്കേഷൻ ഡബിൾ ടിക്ക് പച്ച നിറവും നിങ്ങൾക്ക് എളുപ്പത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതൊരു ഓപ്ഷനാണ്. ടീച്ചർമാർ എന്ത് ചെയ്യുക, അങ്ങനെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ലോഗ് ഔട്ട് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഫേസ് വെരിഫിക്കേഷൻ വന്നിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പാക്കുക. എന്നിട്ടും വന്നിട്ടില്ല എന്നുള്ളതാണെങ്കിൽ ടീച്ചർമാർ നിർബന്ധമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം 24 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. 24 മണിക്കൂർ കഴിഞ്ഞിട്ട് ടീച്ചർ ഇത്തരത്തിൽ പ്രൊഫൈൽ കാർഡ് ഓപ്പൺ ചെയ്ത് കഴിയുന്ന സമയം ഇതേ പ്രകാരം തന്നെയാണ് കാണുന്നത്. EKYC ഡബിൾ ടിക്ക്, FRSോ ഫേസ് വെരിഫിക്കേഷനോ ഇത് പ്രകാരം ഡബിൾ ടിക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ടീച്ചർമാർ വീണ്ടും ആ ഗുണഭോക്താവിൻ്റെ ഫോട്ടോ ഒരിക്കൽ കൂടെ ഫേസ് വെരിഫിക്കേഷന് വിധേയമാക്കണം. അപ്പോൾ ഈ സാഹചര്യത്തിൽ ടീച്ചർ നോക്കുന്ന സമയം ഇവിടെ എന്തുണ്ട്, ഗുണഭോക്താവിൻ്റെ ഫേസ് എടുക്കാനുള്ള പ്രൊസീഡ് എന്ന് കാണുന്ന ഈ ബട്ടൺ സാധാരണ കാണുന്നതാണ്, അതിപ്പോൾ കാണുന്നില്ല. കൃത്യമായി മനസ്സിലാക്കുക, ഇവിടെ EKYC ഡബിൾ ടിക്കാണ്, ഫേസ് വെരിഫിക്കേഷൻ ഡബിൾ ടിക്ക് വന്നിട്ടില്ല. പക്ഷേ ഫോട്ടോ എടുക്കാൻ മുന്നോട്ട് പോകുന്ന സമയം പ്രൊസീഡ് എന്നുള്ള ഓപ്ഷനും ഇല്ല. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യണം, ഇനിയാണ് ടീച്ചർ ചെയ്യേണ്ടത്, ഒന്ന് ലോഗ് ഔട്ട് ചെയ്ത് ലോഗിൻ ചെയ്തെടുക്കുക വീണ്ടും. എന്നിട്ട് ഡെയിലി ട്രാക്കിംഗ് പേജിലോട്ടാണ് നിങ്ങൾ പോകേണ്ടത്. ഡെയിലി ട്രാക്കിംഗ് പേജിൽ പോയിട്ട് ആർക്കാണോ നമ്മൾ
THR വിതരണം ചെയ്യേണ്ടത് അല്ലെങ്കിൽ പെൻഡിംഗ് ഉള്ള ഈ ഗുണഭോക്താവ് ഇപ്പോൾ THR HCM എന്ന് കാണുന്ന പേജിനകത്തേക്ക് 6-3 കാറ്റഗറിയാണ് നമ്മൾ ഉദാഹരണത്തിന് എടുക്കുന്നത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം 6-3 THR സ്വീകരിക്കുന്ന കുട്ടികളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും. ഇതിൽ പെൻഡിംഗ് ഉള്ള കുട്ടികളെ കാണാം. നമ്മൾ THR മാർക്ക് ചെയ്യാനും സാധിച്ചിട്ടില്ല, ഫേസ് വെരിഫിക്കേഷനും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ കുട്ടിയുടെ പേരിന് നേരെ കാണുന്ന THR എന്ന് കാണുന്ന ആ എഴുത്തൊന്ന് ശ്രദ്ധിക്കുക. അവിടെ നീല നിറത്തിൽ കാണും, ആക്റ്റീവായ രൂപത്തിൽ തന്നെ. എന്നാൽ തൊട്ട് മുന്നിലുള്ള കുട്ടികളെ നോക്കുക, അവിടെ THR എന്ന് കാണുന്നുണ്ടെങ്കിൽ മങ്ങിയ രൂപത്തിലാണ്, ഇനാക്റ്റീവായി പോയി. കാരണം ഈ മാസത്തിൽ ആ കുട്ടികൾക്കൊക്കെ THR മാർക്ക് ചെയ്തു, ഈ ഭാഗത്ത് 25 ദിവസം കൊടുത്തതായിട്ടും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ FRS പൂർത്തിയാക്കിയവരാണ്. THR വിതരണം മുടങ്ങിയിട്ടില്ല, നമ്മൾ മാർക്ക് ചെയ്തു. ഇനിയുള്ളത് ഈ പറയുന്ന ഗുണഭോക്താവിന്റെ FRS ചെയ്തിട്ടും അത് വന്നിട്ടില്ല, പ്രൊസീഡ് എന്നുള്ള ഓപ്ഷനും ഇല്ല എന്നുള്ള സാഹചര്യത്തിലാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. ഇനി നോക്കുക, ആ THR എന്ന് കാണുന്ന ഈ നീല ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു കൺസെന്റ് ഫോം വരും. ആ കൺസെന്റ് ഫോമിന് ഏറ്റവും താഴെ ആക്സെപ്റ്റ് എന്ന് കാണുന്ന ബട്ടൺ ഉണ്ടാവും. പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ആക്സെപ്റ്റ് എന്ന് കാണുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞു കുട്ടിയുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തത്, KYC ചെയ്തത് എല്ലാം തന്നെ അമ്മയുടെ ആധാറിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അമ്മയുടെ ഫോട്ടോ മാത്രമേ നമുക്ക് എടുക്കാൻ കഴിയുകയുള്ളൂ. അമ്മയെ നിർത്തി ഈ പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും ഫോട്ടോ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ചതാണ്. ഇതെല്ലാം പോഷക ഭാഷ എന്ന നമ്മളെ ചാനലിനകത്തേക്കുണ്ട്. നിങ്ങളൊന്ന് ആ പോഷക ഭാഷ ചാനലൊന്ന് കയറി, സബ്സ്ക്രൈബ് ചെയ്യാത്ത ടീച്ചേഴ്സ് ആണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് സംശയമുള്ളത്, FRSുമായി ഒരുപാട് സംശയങ്ങൾ നമ്മൾ ടീച്ചർമാർ ആവർത്തിച്ച് പറഞ്ഞതാണ്. അതിനുള്ള കൃത്യമായിട്ടുള്ള ഉത്തരങ്ങളും മറുപടിയൊക്കെ നമ്മൾ ഓരോ സെഷനായി ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ഉപകരിക്കും. കൃത്യമായി അതെല്ലാം മനസ്സിലാക്കി നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തെത്തി അക്സെപ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞ് ഫോട്ടോ വന്നും ആ ഫോട്ടോയുടെ ഭാഗത്ത് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് ആ ഗുണഭോക്താവിനോട് കൃത്യമായി കണ്ണ് ചിമ്മി തുറക്കാനുള്ള നിർദ്ദേശം കൊടുക്കുക. കൃത്യമായി മുഖത്ത് വെളിച്ചം കിട്ടുന്ന രീതിയായിരിക്കണം. എല്ലാ മാനദണ്ഡങ്ങളും പൂർത്തിയാക്കി സ്ട്രൈറ്റ് ഫേസ് വന്നു എന്നുള്ളത് ഉറപ്പാക്കുക, ഐ ബ്ലിങ്ക് വന്നു എന്നുള്ളത് ഉറപ്പാക്കുക, 2 ഡബിൾ ടിക്ക് പച്ച നിറം കണ്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഫേസ് വെരിഫിക്കേഷൻ സക്സസ് ആവും. ഉടനെ തന്നെ THR മാർക്ക് ചെയ്യാനുള്ള ഈ ഓപ്ഷനിലേക്കും ടീച്ചർ എത്തും. എന്നിട്ട് നിങ്ങൾ കൃത്യമായി 25 ദിവസം എന്നുള്ളത് മാർക്ക് ചെയ്ത് ആ ഗുണഭോക്താവിൻ്റെ THR വിതരണം പൂർത്തിയാക്കുക. ഇങ്ങനെയാണ് ഇത്തരത്തിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ സോൾവ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ രണ്ടാമതൊരു പ്രശ്നം ടീച്ചേഴ്സ് നമ്മളെ ശ്രദ്ധയിലേക്ക് പെടുത്തിയത്, ഇത്തരത്തിൽ കൺസെന്റ് വരെ ടീച്ചർ എത്തി. കൺസെന്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ അക്സെപ്റ്റ് എന്നുള്ള ബട്ടണുമില്ല, ഗോ ബാക്കും കാണാൻ പറ്റുന്നില്ല എന്നുള്ള സാഹചര്യമാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഈ സാഹചര്യം ഒരുപാട് ടീച്ചേഴ്സിന് വന്നിട്ടുണ്ട്. പുതിയ അപ്ഡേഷൻ വരുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ ഫോണുകളായിരിക്കും. പല ഫോണുകളും പല രീതിയിലായിരിക്കും അതിൻ്റെ സെറ്റിംഗ്സ് ഉണ്ടാവുക. ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിക്കുക. ഏത് ഫോണാണെങ്കിലും ഏത് സെറ്റിംഗ്സ് ആണെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഇത്തരത്തിൽ അക്സെപ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോയി ഫോട്ടോ എടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെങ്കിൽ നിങ്ങൾ ഇതെല്ലാം ഒന്ന് ലോഗൗട്ട് ചെയ്യുന്ന പുറകിലോട്ട് പോവുക. എല്ലാം ഒന്ന് പുറകിലോട്ട് പോയി നിങ്ങൾ ഫോണിൻ്റെ സെറ്റിംഗ്സ് എടുക്കുക. പോർഷൻ ട്രാക്കറിലെ സെറ്റിംഗ്സ് അല്ല, ഫോണിൽ ഒരു സെറ്റിംഗ്സ് ഉണ്ട്. ആ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഡിസ്പ്ലേ സെറ്റിംഗ്സ് എന്ന് കാണാം, അല്ലെങ്കിൽ ഡിസ്പ്ലേ ഫോണ്ട് സെറ്റിംഗ് എന്ന് കാണാം. അങ്ങനെ പലർക്കും പല രീതിയിലായിരിക്കും കാണുക. അപ്പോൾ അത് എങ്ങനെയാണോ നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ്സ് അത് അറിയുന്നവരോടൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കറിയാം നിങ്ങളെ സഹായിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് ഡിസ്പ്ലേ എന്ന് കാണുന്നുണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഡിസ്പ്ലേൻ്റെ ഫോണ്ട് എന്ന് കാണും. ആ ഫോണ്ട് സൈസ് നിങ്ങളൊന്ന് കുറച്ച് കൊണ്ടുവരണം. പലർക്കും പല രീതിയിലായിരിക്കും, പല ഫോണുകളാണ് ഉപയോഗപ്പെടുത്തുന്നുണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും ആ സെറ്റിംഗ്സ് അവിടെ കിടക്കുക. അപ്പോൾ ഓരോ ഫോൺ ഏതാണെന്നുള്ളത് എനിക്ക് അറിയാത്തത് കൊണ്ട് ഉദാഹരണം രീതിയിലേക്ക് ഞാൻ പറഞ്ഞു തരികയാണ്. ഫോണിൽ പോയി സെറ്റിംഗ് ഡിസ്പ്ലേ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫോണ്ട് സൈസ് അല്ലെങ്കിൽ ടെക്സ്റ്റ് സൈസ് എന്നൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കുക, ഏറ്റവും താഴെ ലെവലിലേക്ക് എത്തിച്ചു കൊടുക്കുക. അങ്ങനെ ഫോണ്ട് സൈസ് കുറച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ പ്രശ്നം സോൾവ് ചെയ്ത് വരും. അങ്ങനെ ഫോൺ സൈസ് കുറച്ച് കഴിഞ്ഞാൽ ടീച്ചർ ഒന്ന് പുറകിലോട്ട് പോവുക. എന്നിട്ട് നിങ്ങളുടെ ഫോൺ ഒന്ന് വേണമെങ്കിൽ ഒന്ന് റീബൂട്ട് ചെയ്യുക. റീബൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റീബൂട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. റീബൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും പോർഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് ലോഗ് ഔട്ട് ചെയ്ത് ലോഗിൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന അക്സെപ്റ്റ് എന്ന് കാണുന്ന ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ക്ലിക്ക് ചെയ്യാനും ഒപ്പം THR കൊടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ആ ഭാഗം ഒന്നുകൂടി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഫോണിലെ സെറ്റിംഗ്സിൽ പോകുന്ന ടീച്ചേഴ്സിന് അറിയില്ലെങ്കിൽ അറിയുന്ന ആളുകളോടൊന്ന് സഹായം ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായാലും അവർ മടി കൂടാതെ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. കൃത്യമായി ആ പ്രശ്നങ്ങളാണെങ്കിൽ ഈ സെഷനിലൂടെ നിങ്ങൾക്ക് അതെല്ലാം സോൾവ് ചെയ്ത് കിട്ടുമെന്നുള്ളത് 100% ഉറപ്പാണ്. താങ്ക് യു.